നമസ്കാരം സുഹൃത്തുക്കളെ. 2026 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടി വിജയിക്കും എന്നതാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം പറയുന്നു മൂന്നാമതും ഇടതുപക്ഷം തന്നെ ഭരണത്തിൽ വരുമെന്ന്. വലതുപക്ഷം പറയുന്നു ഞങ്ങളായിരിക്കും അടുത്തതായിട്ട് ഭരണത്തിൽ വരുന്നതെന്ന്. NDA പറയുന്നു ഞങ്ങളാണ് ഭരണത്തിൽ വരിക എന്നുള്ളത്. ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ സ്ഥിതി വെച്ച് LDF തന്നെയായിരിക്കും ഭരണത്തിൽ വരാനുള്ള സാധ്യത കൂടുതൽ. അത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കഴിവുകൊണ്ടല്ല, മറിച്ച് UDF പിണറായി വിജയന് എതിരായിട്ട് നിൽക്കാനുള്ള ഒരു സ്ഥാനാർത്ഥി ഇല്ലാതെ പോയതാണ് പ്രമുഖ കാരണമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം LDF പാർട്ടി സ്വാധീനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബ്രാഞ്ചുകളിലൂടെ, യൂണിറ്റുകളിലൂടെ ഗ്രാമങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ്. അത് എക്കാലത്തെയും പോലെ ഇപ്രാവശ്യവും വളരെ സജീവമായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ശതമാനത്തിൽ കൂടുതലായിട്ട് അവർക്ക് പോൾ ചെയ്യപ്പെടും. ഇത് പിണറായി വിജയൻ്റെ ഭരണ നേട്ടം കൊണ്ടല്ല. പിണറായി വിജയൻ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് ഏറ്റവും കൂടുതൽ വെറുപ്പ് സമ്പാദിച്ചിട്ടുള്ള LDF ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിലായിരിക്കും. കാരണം അദ്ദേഹം നല്ലൊരു സംഘാടകനാണ്, സംശയമൊന്നുമില്ല. പാർട്ടിയിൽ അദ്ദേഹം വളരെ നല്ലൊരു സംഘാടകനാണ്. നേരെ മറിച്ച് ജനങ്ങളുടെ ഇടയിൽ ഒരു ജനകീയനല്ല എന്നതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യവും തൻ്റെ ഇടവുമെല്ലാം ജനങ്ങളെ ഇടതുപക്ഷത്തു നിന്ന് ഒരളവോളം മാറ്റി നിർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ ഭരണ നേട്ടം കൊണ്ടല്ല LDF വരുന്നത്, മറിച്ച് UDFിലുള്ള അപജയം കൊണ്ടാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാം. ഇതിനെ നമ്മൾ മാറ്റണമെങ്കിൽ, ഈ ചിന്താഗതിയെ നമ്മൾ മാറ്റണമെങ്കിൽ UDF ശക്തനായ ഒരു ഭരണാധികാരി, അതായത് ഭാവിയിൽ മുഖ്യമന്ത്രിയായി പ്രകീർത്തിക്കപ്പെടാൻ തക്ക ശേഷിയുള്ള ഒരു കരുത്തനായുള്ള ഒരു സ്ഥാനാർത്ഥി ഉയർന്നു വരേണ്ടതുണ്ട്. അത് ശശി തരൂരായിരിക്കാം. ശശി തരൂരാണ് ഇപ്പം നിലവിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറയാനുള്ളൂ. കാരണം വിവരം എന്നുള്ള രീതിയിൽ ഓരോ സ്ഥാനാർത്ഥിക്കും അവരുടേതായ പക്വതയുണ്ടല്ലോ. ആ പക്വത മറ്റുള്ളവർക്കില്ലാത്ത രീതിയിൽ സ്വായത്തമാക്കിയൊരു വ്യക്തിയാണ് ശശി തരൂർ. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ നിർത്തിക്കഴിഞ്ഞാൽ ഏകദേശം പിണറായിക്ക് തത്തുല്യമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാവും എന്നതാണ് മൊത്തത്തിലുള്ള ഒരു നിഗമനം. പക്ഷേ പിണറായിനെ കടത്തിവെട്ടുന്ന ഒരു സ്ഥാനാർത്ഥിയാവില്ല എന്നതാണ് സത്യം. അങ്ങനെയാണെങ്കിൽ പിണറായിക്കെതിരെ പിന്നെ ആരെ നിർത്തണം? പിണറായിക്കെതിരെ നിർത്തേണ്ടത് പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ ആണ്. കാരണം അവർ പാർലമെൻറ്റ് അംഗങ്ങളാണെങ്കിൽ കൂടിയും നരേന്ദ്രമോദിയൊക്കെ രംഗപ്രവേശനം ചെയ്ത പോലെ അവരെ ഇവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രതിഷ്ഠിച്ചാൽ LDF സകല അഠമാന കാഹളങ്ങളും അടിയറവ് വെക്കേണ്ടി വരും എന്നതാണ് സത്യാവസ്ഥ. അങ്ങനെ വന്നാൽ LDF ഒരു കാര്യം ചെയ്യും. കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി പകരം നമ്മുടെ പഴയ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവരോധിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും LDF തന്നെയായിരിക്കും ഭരണത്തിലേക്ക് വരിക. എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. കാരണം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഇവരാരെ നിർത്തുന്നോ അവർക്ക് വോട്ട് ചെയ്യുക എന്നല്ലാതെ നമുക്ക് തീരുമാനം എടുക്കാനൊന്നും പൊതുജനങ്ങൾക്ക് കഴിവില്ല. അതുകൊണ്ടാണല്ലോ ഈ ഭരണകർത്താക്കളെല്ലാം പൊതുജനങ്ങളെ കഴുതകൾ എന്ന് വിളിക്കുന്നത്. ആ കഴുതകൾ നമുക്ക് നോക്കിയിരുന്ന് കാണാം ഇവർ ആരെയാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രതിഷ്ഠിക്കുന്നത് എന്ന്. ശരിയല്ലേ?